കഴിയുമ്പോഴത്തേന് വീണ്ടും ചെന്ന് മുലയെടുത്ത് കയറ്റി വെച്ച് കൊടുക്കുക. തട്ട് തട്ട് തട്ടെന്നും പറഞ്ഞുകൊണ്ട്. എന്നാലേ വീഡിയോക്കകത്ത് വരുത്തുള്ളല്ലോ എന്ന്. എടി നീ കാണിച്ചോണ്ടല്ലോടി. നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ ഒന്നുകൂടാ നീ കാണിച്ചിട്ടുള്ള തന്തയില്ലായ്മ എടുത്തിട്ട് നീ നോക്കണം. നോക്കിയിട്ട് വേണം നീ ഒരല്പമെങ്കിലും നിനക്ക് നാണവും മാനവും അന്നേ ദിവസം എന്നാ ഉണ്ടായെന്ന് നമുക്ക് തന്നെ വ്യക്തമല്ല. ഇത് പിറ്റേ ദിവസമാണ് നമ്മളെ മുതലാളി വിളിച്ച് ചോദിക്കുന്നത് ഈ വണ്ടിയിൽ എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങളുണ്ടോ, ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അവളൊന്ന് കാണണം, അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്, പിന്നെ നാളൊന്ന് കാണാൻ പോകണം, നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവന്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ദീപകിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ഷിംജിത നാട് വിട്ട് ദുബായിലേക്ക് എത്തി. എന്തായാലും ദുബായ് പോലീസിന്റെ അണ്ടറിലേക്ക് തന്നെ ചെന്ന് കയറിയിരിക്കുന്നത്. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 3-4 വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. അതായത് ഇതുപോലെ ഒരു പെൺകുട്ടിയെ ബസ്സിനകത്ത് ഒരാൾ തട്ടി അല്ലെങ്കിൽ മുട്ടി കയറി പിടിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ ബസ്സിലെ ക്ലീനറോ ഡ്രൈവറോ ആ ബസ്സിലെ ഒരു വ്യക്തികൾ പോലും ഇതിനെ സംബന്ധിച്ച് ഒരു കാര്യങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ എന്റെ വീഡിയോയ്ക്കകത്ത് ഇതേ അനുഭവത്തിലുള്ള ഒരു പെൺകുട്ടി ആ സമയത്ത് എന്തായിരുന്നു ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ വീഡിയോ സഹിതം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത്തരത്തിലൊരു ഇഷ്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ആവുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ആ ഒരു ബസ്സിനകത്തുള്ള ഒരു ക്ലീനർ എങ്കിലും ഇങ്ങനൊരു സാധനം നടന്നു എന്ന് ഇൻഫോം ചെയ്യണം. അത് ആ ബസ്സിൽ സംബന്ധിച്ച് അവരുടെ ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം അവരെങ്കിലും ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്കിന് ഒരു 99.9% വ്യക്തികളും ഈ ഷിംജിതയ്ക്കെതിരെ സംസാരിക്കാനായിട്ട് നിൽക്കത്തില്ല. ഒന്നാമത്തെ കാര്യം അതാ. പക്ഷെ ഇതിനകത്ത് പക്ക അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ വീഡിയോസ് ഇവള് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ്, അതായത് 2 സെക്കൻഡുള്ള വീഡിയോ വലിച്ചു നീട്ടി 4 സെക്കൻഡിന് മേളിലേക്ക് ആക്കിയപ്പോഴത്തേക്കിന് അതങ്ങോട്ട് കയറി അങ്ങ് തട്ടുന്നത് പോലെ ആകുന്നു, ബാഗ് പിടിക്കുന്നതൊക്കെ ആ രീതിയിലാക്കി വൾഗറായിട്ട് ചിത്രീകരിച്ച് ഒരാളുടെ ജീവൻ തന്നെ അപഹരിച്ചതിന് തുല്യമായിട്ട് കാണിച്ചു വെച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കി, ആ കുടുംബം ഇല്ലാതാക്കി, അവരുടെ മകൻ ഇല്ലാതാക്കി, അച്ഛൻ്റെ അമ്മയെ ഇനി പ്രായമായ കാലത്ത് നോക്കാനുള്ള ആരായിരുന്നു അതുവരെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടി അവൾ കാണിച്ചു വെച്ചേക്കുന്നത്. അവളുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലും അവൾ ഇതുവരെയുള്ള ചെയ്തിട്ടുള്ള പൊതു പരിപാടികളൊക്കെ എടുത്ത് നോക്കിയാൽ എല്ലാം ഈ പറയുന്ന റീച്ചിന് വേണ്ടി കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. റീച്ചിന് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വോയിസിൽ നമ്മൾ പറഞ്ഞതുപോലെ അവളുടെ സുഹൃത്ത് പറയുന്നത് പോലെ ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടായപ്പം നേരെ അതൊരു സ്റ്റേഷനിലെങ്കിൽ ഇൻഫോം ചെയ്യാനായിട്ട് നിൽക്കുമായിരുന്നല്ലോ. അതല്ല അവൾക്ക് വേണ്ടത്. ജനങ്ങളുടെ കോടതിയിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു കാര്യം. അങ്ങനെ വിട്ടുകൊടുത്തതിന്റെ ഭാഗമായിട്ട് ഇപ്പം ദുബായിലേക്ക് കടന്നിട്ടുണ്ട്. ഞാൻ ആ 2-3 വീഡിയോ ക്ലിപ്പും ആ ഒരു വോയിസും വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വെക്കാം. ആദ്യമേ നമുക്ക് ഈ ബസ്സിൽ നിന്ന് തന്നെ വരാം. ബസ്സിൽ എന്തായിരുന്നു അന്ന് നടന്നെന്നുള്ളൊരു കാര്യം. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന പരാതി പിന്നീട് അത് സൈബർ ഇടത്തിൽ പ്രചരിക്കുന്നു. അതേ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവം അത് നടന്ന പയ്യന്നൂർ രാമന്തളി റൂട്ടിലോടുന്ന ബസ് ജീവനക്കാരാണ് കൂടെയുള്ളത്. ബസ്സിലെ കണ്ടക്ടർ ആവും അല്ലെ? പേരെന്ത്? രാമകൃഷ്ണൻ. എന്താണ് അന്നേ ദിവസം ഉണ്ടായത്? അന്നേ ദിവസം എന്നാ ഉണ്ടായെന്ന് നമുക്ക് തന്നെ വ്യക്തമല്ല. ഇത് പിറ്റേ ദിവസമാണ് നമ്മളെ മുതലാളി വിളിച്ച് ചോദിക്കുന്നത് ഈ വണ്ടിയിൽ എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങളുണ്ടോ, ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വണ്ടിയിലെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണെന്ന് ഒരു വീഡിയോ നമുക്ക് കിട്ടിയായിരുന്നു, വാട്സപ്പിൽ അയച്ചായിരുന്നു. ഇത് ഗൾഫിൽ നിന്ന് അയച്ചതാണ്. അപ്പോൾ അവരാണ് ആദ്യം കാണുന്നത്, ഗൾഫിൽ നിന്നാണ് ആദ്യം കാണുന്നത്, നമ്മളെ മുതലാളി കണ്ടില്ല. അപ്പോൾ അവർ അയച്ചു കൊടുത്ത വീഡിയോ നമുക്ക് അയച്ചു തരികയും അപ്പോൾ അതിൽ നിന്നാണ് നമ്മളെ ബസ്സാന്ന് നമ്മൾ നിയന്ത്രിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സീറ്റ്, ഈ ടോപ്പ്, ഇതെല്ലാം ഇതുപോലെ ഒരു പെൺകുട്ടി ഒരാൾ കയറി പിടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ലോകം മൊത്തം അറിഞ്ഞിട്ട് പോലും ആ ബസ്സിനകത്തുള്ള ക്ലീനർ കണ്ടക്ടർ പോലും അറിഞ്ഞില്ല. അതവരെ കുറ്റം പറയുകയൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആദ്യം ആ പെണ്ണിന്റെ കൈ പോകുന്നത് കാലിലെ ചെരുപ്പിലേക്കായിരുന്നു, അല്ലാതെ ഫോണിലേക്ക് ആയിരിക്കത്തില്ല. നമ്മളെ ഒരു ബസ്സിന് മാത്രമേ അങ്ങോട്ട് ഉള്ളത് ഈ കളറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ബസ്സാന്നിന്റെ നിയമനത്തിലെത്തി. പിന്നെ പറഞ്ഞാൽ ഇവര് നമുക്ക് പരാതി തരുമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മളെ സാധാരണഗതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞാൽ 19 ആൾ ഒന്നിച്ച് കയറി കഴിഞ്ഞ സമയത്ത് പിന്നെ നമുക്ക് ഈ CCTV കൃത്യമായിട്ട് കിട്ടൂല. എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കവറിങ് മുന്നിലും ബാക്കിലും കവറിങ് ആയതുകൊണ്ട് CCTV കിട്ടൂല, കൃത്യമായിട്ട് കിട്ടൂല. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും തോന്നിയിരുന്നോ? പരാതിയല്ല, അങ്ങനെ കണ്ടതിൽ എന്തെങ്കിലും അസ്വാഭാവികം തോന്നിയിരുന്നു? അങ്ങനത്തെ ഒന്നും നമ്മൾ അറിയിച്ചിട്ടില്ല, നമ്മളൊന്നും അറിയുന്നില്ല. നമ്മൾ സാധാരണ 19 ആൾ കയറി നമ്മളെ പണി വേഗം തീർക്കാൻ വേണ്ടി പെട്ടെന്ന് ടിക്കറ്റ് മുറിച്ച് തീരണം. നമ്മൾ ഇവിടെ അത്രയും ചെറിയ ദൂരമേ ഉള്ളൂ, റെയിൽവേ സ്റ്റേഷൻ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് ചെറിയ ദൂരമേ ഉള്ളൂ. സംഭവം കണ്ടോ, ചെറിയ ദൂരമേ ഉള്ളൂ. ആ ഒരു ചെറിയ ദൂരത്തിൽ ഇപ്പൊ കാണിച്ച വീഡിയോയ്ക്കകത്തുള്ള വിഷ്വൽസിനകത്ത് വ്യക്തമായിട്ടുണ്ട് ആ ബസ്സിൽ എത്രത്തോളം ആൾക്കാർ ആ ഒരു സമയം തിങ്ങി നിറഞ്ഞു നിന്നു എന്നുള്ളൊരു കാര്യം. കുറച്ചുപേരെ വീഡിയോയിൽ ഞാൻ കണ്ട് എല്ലാ ബസ്സിലും CC ക്യാമറ നിർബന്ധമാക്കണം എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇതുപോലെ തിങ്ങി നിറഞ്ഞ ആളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ CC ക്യാമറ കൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. നമ്മൾ ആ CC ക്യാമറയിൽ ചെറിയൊരു വ്യക്തമായിട്ടൊരു ഭാഗം കണ്ടിട്ടുണ്ട്. ഇവർ കയറുന്നത് രണ്ടുപേരും ഒന്നിച്ചും അല്ല കയറുന്നത്, രണ്ടുപേരും അത്രയും അധികം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ബസ്സിനകത്തേക്ക് കയറുന്നത്. ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് കയറിയപ്പോഴത്തേക്കും ഇതുപോലുള്ള
തെമ്മാടത്തരങ്ങളൊന്നും പറഞ്ഞ് പഠിച്ചെടുത്ത് പുറത്തോട്ട് വിടരുത്. ഒന്നെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം സീറ്റിംഗ് കപ്പാസിറ്റിയിൽ കൂടുതൽ ആൾക്കാരെ ഒരു ബസ്സിനുള്ളിലേക്ക് കയറ്റാതിരിക്കുക. അങ്ങനെ ആൾക്കാർ ഒരുപാടുള്ള സ്ഥലങ്ങൾക്ക് കൂടുതൽ ബസ് ഇറക്കി കൊടുക്കുക, കൂടുതൽ ആൾക്കാർക്ക് പെർമിറ്റ് കൊടുക്കുക. അങ്ങനെയല്ലേ വരുമാനം ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് തടയാനായിട്ട് കഴിയുമല്ലോ. ആ രീതിയിലേക്കൊക്കെ ചിന്തിച്ച് മാറ്റുക. അല്ല CC ക്യാമറ വെച്ചെന്ന് പറഞ്ഞിട്ട് ഈ കാര്യത്തിലൊന്നും നടക്കുന്ന കാര്യമില്ല. വ്യക്തമായിട്ട് നമുക്ക് അതിനകത്ത് കാണാം അത്രയധികം ആൾക്കാർ തെങ്ങി നിറഞ്ഞായിരുന്നു ആ ബസ്സിനകത്ത് പോയിക്കൊണ്ടിരുന്നത്. ആ വിഷ്വൽസ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. വ്യക്തമായിട്ട് കാണാം. ദാണ്ട് ആദ്യം ഈ പറഞ്ഞ ഷിംജിത കയറുന്നു, അത് കഴിഞ്ഞ് വേറൊരു പെണ്ണ് കയറുന്നു, പിന്നെയാണ് ആ വ്യക്തി കയറുന്നു. ആ വ്യക്തി കയറുമ്പോ കണ്ടോ ആ ബസ്സിന്റെ അവിടെ തന്നെ പിടിച്ച് നിൽക്കുക. അതിനുശേഷം കണ്ടക്ടർ അദ്ദേഹത്തിന്റെ വലത്തെ കൈകൊണ്ട് പിടിച്ച് അകത്തേക്ക് കയറ്റുന്നു. നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടല്ലോ. അപ്പൊ അത്രയും അധികം ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ചിലപ്പോ നമുക്ക് ആ ഒരു പൊസിഷനിൽ കൂടെ കയറുന്ന സമയത്ത്, അതായത് ഈ കാണുന്നത് നടുക്കത്തെ ഡോറാ, ബസ്സിന്റെ അതായത് ഫസ്റ്റ് ഡോറാ, മെയിൻ ഡോറാ. ആ ഡോറിനകത്തൂടെ കയറുന്ന ഒരു സമയത്ത് അങ്ങോട്ട് നീങ്ങി അപ്പുറത്തോട്ട് പോകാനുള്ള സ്പേസ് കാണത്തില്ല. ആ ബസ്സിനകത്ത് എത്രത്തോളം ആൾക്കാർ തെങ്ങി നിറഞ്ഞ് നിൽക്കുന്നു നമ്മൾ കണ്ടതല്ലേ. അതിനിടയിൽ ഈ കൈതട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു സെൻസേഷണൽ സാധനം ഉണ്ടാക്കാൻ കാണിച്ച അവളുടെ ഒരു മനസ്സുണ്ടല്ലോ. ഒന്നെങ്കിൽ അങ്ങനെ ഒരു തട്ടി എന്നുണ്ടെങ്കിൽ ഒരു സാമാന്യ ബോധമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മാനസിക പരിഗണനയുള്ള ഒരു വ്യക്തി ആദ്യം ചിന്തിക്കുന്ന സ്വന്തം കോമൺ സെൻസ് വെച്ചിട്ട് ഇത്രയും ആൾക്കാരുണ്ട് ഈ ബസ്സിൽ, ഞാൻ ഇങ്ങനെ തട്ടിയതല്ല, അത് അങ്ങനെ ആയിരിക്കാം. നമുക്ക് സ്വയമേ ഒരു ബോധം നോക്കാം. ഈവൻ അതിനകത്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ക്ലാരിറ്റി നടത്താം, ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കാം. അങ്ങനെ ആ ഒരു വ്യക്തിക്കോട് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബസ്സിനകത്തുള്ള ക്ലീനർ ഉണ്ട്, അവരോട് ഈ ഒരു കാര്യം പറയാം. അല്ലെങ്കിൽ പോലീസ് ഉണ്ട്, നിയമപരമായിട്ട് ചോദിക്കാം. കാണിച്ച തന്തയില്ലായ്മയല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും. ഓരോ ദിവസം കൂടുമ്പോഴാണ് ബസ്സിനകത്ത് എന്താണെന്ന് വ്യക്തമായിട്ടും നടന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത്. ഇനി ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു അതായത് ഇവരുടെ ഈ ഒരു വ്യക്തിയെ അറിയാവുന്ന ഒരാൾ പോലും തെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു വൾഗറായിട്ടോ ആ ഒരു വ്യക്തിയുടെ സ്വഭാവം അങ്ങനെയല്ല ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് പോലും വന്നിട്ട് എന്നോട് ഇയാൾ ഈ രീതിയിൽ നോക്കിയിട്ടുണ്ട്, നിയമം പറയുന്ന പ്രകാരം 7 സെക്കൻഡിൽ കൂടുതൽ ഒരാളെ തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ പീഡനത്തിന് കൊടുക്കാന്ന് പറയല്ലോ, ഒരാളെ എന്നല്ല പെണ്ണിനെ അങ്ങനെ പറയാമല്ലോ. അങ്ങനെ പോലും ഒരു പേരിനോ അല്ലെങ്കിൽ ഒരു മരുന്നിന് പോലും ഒരാൾ പോലും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ കൗൺസിലർ ആയിട്ടുള്ള അല്ലെ വാർഡ് മെമ്പർ ആയിട്ടുള്ള ഇവള് വന്നിട്ട് ഇമ്മാര് തെമ്മാടത്തിനെ കാണിച്ചു വെച്ചിട്ട് പോയത്. അവളുടെ കഥകളൊക്കെ കേട്ട് വരുമ്പോഴത്തേന് വലിയ വലിയ കഥകളാണ്. പലരും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവളെ പിക്ക് ചെയ്യാനായിട്ട് ദുബായിൽ ഒരാളെത്തി. ആ വോയിസ് ക്ലിപ്പ് സാധനങ്ങൾ ഞാൻ എന്തായാലും വെക്കാം. എന്തായാലും ഇദ്ദേഹത്തെ അറിയാവുന്ന ഒരാളുടെ ഒരു വോയിസ് നമുക്കിത് കണ്ടുപോകാം. 7 വർഷമായിട്ട് നമുക്ക് അറിയുന്ന ഒരാളല്ലേ സാറേ. ഇതിനൊരു വീഡിയോ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടായിരുന്നു ചോദിച്ചു. കണ്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു ഈ കമന്റ്സേ. അതൊക്കെ ഞാൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്തു. ഒരു തെറ്റൊന്നും എൻ്റെ സൈഡിൽ ഇല്ല എന്നുള്ളത്. കാരണം നമ്മളൊരു വരുന്ന സമയത്ത് ആ ഒരു മുഖത്തൊരു ചിരി ഉണ്ടല്ലോ, അതില്ല. കാരണം വെച്ചാൽ എല്ലാവരും അല്ല, നിങ്ങൾ അവര് സംസാരിച്ചതാണ് കണ്ടതെങ്കിൽ അതിന്റെ താഴെയുള്ള വീഡിയോ ക്ലിപ്പ് ഞാൻ ഒന്നുകൂടി ഇവിടെ പ്ലേ ചെയ്യാം. വ്യക്തമായിട്ട് ഒന്നുകൂടെ നോക്കേ. ഇയാളുടെ ഈ സംസാരം കേട്ടുകൊണ്ട്, അതായത് സ്ക്രീൻഷോട്ടിനകത്ത് നെഗറ്റീവ് കമന്റ് ഒരുപാടുണ്ട്, അതായത് താങ്കളെ കുറ്റം പറയാത്ത ഒരുപാട് കമന്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ടും ഒക്കെ എടുത്ത് ഇവിടെ കാണിച്ചു കൊടുത്തു. അപ്പൊ എത്രത്തോളം മനോവിഷമത്തിൽ ഇരിക്കുക. അതും കേട്ടുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് നോക്കേ. അവള് കാണിയ തെമ്മാടത്തിനും എന്തോന്ന്, അവൻ തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേന് വീണ്ടും ചെന്ന് മുലയെടുത്ത് കയറ്റി വെച്ച് കൊടുക്കുക. തട്ടെന്നും പറഞ്ഞുകൊണ്ട്. എന്നാലേ വീഡിയോക്കകത്ത് വരുത്തുള്ളല്ലോ എന്ന്. എടി നീ കാണിച്ചോണ്ടല്ലോടി. നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ ഒന്നുകൂടാ നീ കാണിച്ചിട്ടുള്ള തന്തയില്ലായ്മ എടുത്തിട്ട് നീ നോക്കണം. നോക്കിയിട്ട് വേണം നീ ഒരല്പമെങ്കിലും നിനക്ക് നാണവും മാനവും ബോധവും മര്യാദ ഉണ്ടെങ്കിൽ വന്ന് കീഴടങ്ങടി. നാണമില്ലാത്തവളെ, നീ കാണിച്ച തെമ്മാടിത്തരത്തിൽ വന്ന് കീഴടങ്ങി മാപ്പ് പറയടി ചേറ്റേ. അങ്ങനെ വേണേ ഇതുപോലുള്ള മണി കഴിഞ്ഞിട്ട് ഉള്ളവരും ഉള്ള അവളുമാരെ വിളിക്കാനായിട്ട് കൺട്രി ഫെലോ. അപ്പൊ നമുക്ക് ഇനി ആ ദുബായിലെ കാര്യത്തിലേക്ക് വരാം. ബ്രോ, ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 11 മണിയായി. അപ്പോൾ ഞാൻ നൈഫിലാണ് താമസം. കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് അവർ കണ്ണൂരിലുള്ള തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതാ. പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അവളൊന്ന് കാണണം, അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്, പിന്നെ നാളെ ഒന്ന് കാണാൻ പോകണം, നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പോൾ അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന് സംഭവം. അവളിടുണ്ട്, കറാമയിലുണ്ടെന്ന് ഉറപ്പാ, 100% ഉറപ്പാ. ഞാൻ കൂട്ടുകാരോടും പറഞ്ഞു, ഈ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ടൊന്ന് അയക്കണേന്ന് പറഞ്ഞാൽ.
അതായത് ഇവള് ദുബായ് കരാമയിലുണ്ടെന്നാണ് ഇത്. അജൂസോൺ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഒരു ക്രിയേറ്റർ ആണ്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു വീഡിയോക്കകത്താണ് ഈ സംഭവം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന സ്ഥലത്ത് അവരുണ്ടെന്ന് പറയുന്നു. ഈ ഒരു സാധനം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വലുതായിട്ട് ഓടിപ്പോകാനും എസ്കേപ്പ് ആവാനൊന്നും സമയം കാണത്തില്ല. അവളുടെ ഒന്ന് മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വീഡിയോ എങ്കിലും എടുത്ത് അവിടെ സോഷ്യൽ മീഡിയ ഇടുക. കാരണം ഇവൾ ഒരു വീഡിയോ ഇട്ടാണല്ലോ ഇവൾ ഒരുത്തന്റെ ജീവൻ കളയിപ്പിച്ചത്. അതുപോലെ ഇവളുടെ ജീവൻ കളയിപ്പിക്കണമെന്നല്ല, ആ വീഡിയോ എടുത്തങ്ങ് പബ്ലിഷ് ചെയ്യുക. ബാക്കി കാര്യം നിയമവും നിയമത്തിന്റെ വഴിയുള്ള ആ വീഡിയോ കണ്ടങ്ങ് ചെല്ലട്ടെ. അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. എന്തായാലും അവന് പറയാനുള്ളത് കൂടെ നമുക്ക് നോക്കാം. ദുബൈയിൽ നിന്ന് നമ്മുടെ ഒരു ഫോളോവർ ആയിട്ടുള്ള ഒരാളാണ് ഇത് അയച്ചു തന്നിരിക്കുന്നത്. അദ്ദേഹം ജോലി കഴിഞ്ഞ് അവിടുത്തെ ബസ്സിൽ വരുന്ന സമയത്ത് തൊട്ടടുത്ത ഒരാള്, കണ്ണൂരുകാരനായിട്ടുള്ള ഒരാളാണ്, സ്ലാങ് കേട്ടിട്ടാണ് മനസ്സിലാക്കിയത്. അയാൾ പറയുന്നതാണ് ഇവിടെ വന്നിട്ടുണ്ട്, കരാമയിൽ എത്തിയിട്ടുണ്ട്, അവളെ കാണാനായിട്ട് പോകണം എന്നുള്ള ഭയങ്കര വലിയ ആഗ്രഹത്തിലാണ് പുള്ളി ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കരാമയില് അല്ലെങ്കിൽ ദുബൈയില് ഇവളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും കരാമ ഭാഗത്ത് വെച്ച് ഇവളെ കാണുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു കെട്ടി പോലീസിൽ കൊടുക്കുവോ, ഫോട്ടോ എടുത്ത് നാട്ടുകാരെ എത്തിക്കുവോ, എങ്ങനെയെങ്കിലും ഇവളെ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക. അത് നിങ്ങൾക്കാണ് കേരളത്തിലുള്ള പോലീസുകാരെക്കാളും നന്നായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. അതിനുശേഷം അവിടെയുള്ള പ്രവാസി സംഘടനകളും കാര്യങ്ങളും എല്ലാമാണ് ബാക്കിയുള്ള കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്കായിട്ട് ഞാൻ വിട്ടുതരികയാണ്. നിങ്ങൾ നന്നായിട്ട് നോക്കുക. പല വേഷത്തിലും അവൾ ആ കരാമയിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അത്തരത്തിൽ അങ്ങനെ ഒരു പെണ്ണുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരിക്കലും ഞാൻ ഈ വീഡിയോ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറയത്തില്ല. കാരണം മറ്റൊരു രാജ്യമാണ്. നമ്മുടെ ഈ രാജ്യത്തുള്ള നിയമ നടപടിയായിട്ടൊന്നും യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു സ്ഥലമാണ്. നമ്മുടെ ഇവിടെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന കാര്യമാണ്. അവിടെ പോയിട്ട് നമ്മുടെ നാട്ടിലെ കണക്ക് ഒരു പരിപാടിയും കാണിക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് എവിടെ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാൻ പറ്റും അത് വ്യക്തമായിട്ട് ഇൻഫോം ചെയ്ത് നമ്മൾ ഇതിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി ദൂരെ നിന്ന് മാറി നിന്ന് നോക്കിയാൽ മാത്രം മതി. അല്ലാതെ എന്റെയോ മറ്റൊരാളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ കേസിനെ കുറിച്ച് കൂടുതൽ കേട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി ഇവളെ കിട്ടിക്കഴിഞ്ഞാൽ 2 എണ്ണം കൊടുക്കാം എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടൊന്നും അങ്ങോട്ട് ചെന്ന് കയറി സ്വന്തമായിട്ട് ആരും പണികളൊന്നും മേടിച്ച് വെക്കരുത്. ഇനി ഇതുപോലെ വീഡിയോസ് എടുക്കാൻ പോകുന്ന വ്യക്തികൾ ദയവ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളോടെങ്കിലും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു എന്നൊന്ന് പറഞ്ഞിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ എടുക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് വിക്റ്റമായിട്ട് വരുന്ന ആ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിക്കായിക്കോട്ടെ വലിയ മനക്കെട്ടിയൊന്നുമില്ല. എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സ് തളർന്നു പോകുന്നവരാ, BP പെട്ടെന്ന് ഡൗൺ ആവുന്നവരാ, പെട്ടെന്ന് പേടിക്കുന്നവരാ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ അവരെ കൊണ്ട് അവരുടെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. ചിലപ്പോൾ ഓടുന്ന ട്രെയിനിന്റെ മുന്നിലോ ഓടുന്ന ബസിന്റെ മുന്നിലോ കറങ്ങുന്ന ഫാനിനകത്തോ ആ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തോന്നിയേക്കും. അതൊരു മൈൻഡിൽ എല്ലാവരും വെച്ചോ.